ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമ ബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ വിശദമായി. പ്രതിരോധം, വ്യാപാരം, സമുദ്ര സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ തന്ത്രപര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യയും ഇന്തോനേഷ്യയും. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെയും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയുടെയും സംയുക്ത അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനം. വിവിധ പ്രാദേശിക ആഗോള സാഹചര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിദ്യാസമ്പന്നരും വിദഗ്ധരും സാങ്കേതിക വിദ്യയിൽ പ്രാപ്തരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമ ബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമ ബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്തുടനീളമുള്ള എല്ലാ പൌരന്മാർക്കും തുല്യവും താങ്ങാനാകുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന നാഴികക്കല്ലാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. പശ്ചിമബംഗാളിലെ ദശലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് വലിയ ആരോഗ്യ ചെലവുകളിൽ നിന്നും സാമ്പത്തിക സുരക്ഷ നൽകുമെന്നാണ് വിലയിരുത്തൽ. ആയുഷ്മാൻ ഭാരത് PMJAY ഗുണഭോക്താക്കൾക്ക് സെക്കൻഡറി, ടെർഷറി കെയർ ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്നു. ഗുണനിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയിലും ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംരക്ഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ക്രമക്കേടിനെ തുടർന്ന് കഴിഞ്ഞ മെയ് 3 നടന്ന പരീക്ഷ മെയ് 12 NTA റദ്ദാക്കിയിരുന്നു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. admission.vhscportal.kerala.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ പറഞ്ഞു. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയൺ സോൺ 2ന്റെ 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡിഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ്, ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകത്തിൽ നിന്ന് M. നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌഡിലിയെയും BJP പ്രഖ്യാപിച്ചു. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര സുരക്ഷയുടെയും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും ജൂൺ 8 ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്ര സംരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം.
ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്ര സുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക ഫീച്ചർ ഒരുക്കുന്നു. ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ അറിയാം. 2014 ആരംഭിച്ച നമാമി ഗംഗെ പരിപാടിയിലൂടെ വിപുലമായ നദീ പുനരുജ്ജീവനം നടത്തുകയും തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥകൾ എന്നിവ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ ദൌത്യം, മിഷൻ ലൈഫ്, അന്താരാഷ്ട്ര സോളാർ അലയൻസ് തുടങ്ങിയവ പരിസ്ഥിതി സംരക്ഷണത്തിൽ കേന്ദ്രത്തിന്റെ പ്രതിജ്ഞാബദ്ധത എടുത്തുകാട്ടുന്ന പദ്ധതികളാണ്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ജൂലൈ മുതൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടന. സൌദി അറേബ്യ, റഷ്യ, അൾജീരിയ, ഇറാഖ്, കസാഖിസ്ഥാൻ, കുവൈറ്റ്, ഒമാൻ എന്നിവ ഉൾപ്പെടെ 7 OPEC+ രാജ്യങ്ങൾ അടുത്ത മാസം എണ്ണ ഉൽപാദനം പ്രതിദിനം ഏകദേശം 1,80,800 ബാരൽ വർദ്ധിപ്പിക്കാൻ ധാരണയായി. ഈ വർഷം ഫെബ്രുവരി മുതൽ ഇറാനെതിരായ US, ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ആഗോള ഇന്ധന വിതരണ ശൃംഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. ഏപ്രിൽ 8 വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ലെബനനിലെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായാണ് വ്യോമാക്രമണമെന്ന് ഇറാനും പ്രതികരിച്ചു. അതേസമയം പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയുമായി ചേർന്നല്ല ഇസ്രായേലിന്റെ മുൻ ആക്രമണങ്ങളെന്നും അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് വ്യക്തമാക്കി. എന്നാൽ സംഭാഷണത്തിന്റെ ഭാഷ അമേരിക്കയ്ക്ക് അറിയില്ലെന്നും അധികാരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലീബാഫ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിൽ ഉള്ളവരും അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ തിയറി പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി സർവകലാശാല വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ഇന്നലെ നടന്ന കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് തന്റെ ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സ്വരേവ്. ഇന്ത്യയ്ക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനമായ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ 1ാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂചലനം. മിൻഡാനാവോ മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. നാശനഷ്ടങ്ങളെക്കുറിച്ചോ ആളപായത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ചില പ്രാദേശിക തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർല. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമ ബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.